ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നന്ദിനിയാണെങ്കിൽ രാധയെ വശത്താക്കാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാധയുടെ അമ്മ ഒരു ചായയുമായിട്ട് നന്ദിനിയുടെ അടുത്ത് എത്താണ് കേട്ടോ. നന്ദിനി, അവൾക്കെല്ലാം മനസ്സിലായി, അല്ലെങ്കിൽ അവളുടെ തലയ്ക്കകത്ത് തീയ, അത് വെള്ളം കൊണ്ട് കെടുക്കുന്നതിന് പകരം എണ്ണയൊഴിച്ച് ആളി കത്തിക്കാതെ നന്ദിനി. അപ്പൊ നന്ദിനി പറയും, അതല്ല അമ്മ, ഇവളുടെ മനസ്സ് നമ്മൾ കാണണ്ടേ. വിക്രം പറഞ്ഞത് മുഴുവൻ നുണയാ. വിക്രത്തിന് വേദയെ ഇഷ്ടമല്ല, രാധയാണ് ഇഷ്ടം. അല്ലെങ്കിലും വേദയും വിക്രവും ഒന്നിച്ചാൽ അത് നടക്കത്തില്ല, ഇവരാണ് ഒന്നിക്കേണ്ടത് എന്നൊക്കെ പറയുമ്പോ രാധയുടെ അമ്മ, മോളെ രാധേ, നീ ബുദ്ധിയുള്ളവളാ, അല്ലെങ്കിൽ ഇവരുടെ കുടുംബത്തിൽ ചെന്ന് ഈ നാത്തൂന്മാരുടെ ഇടയിൽ കഴിയേണ്ടവളല്ല നീ. ഇപ്പൊ ഇത്രയേ പറയാൻ പറ്റത്തുള്ളൂ നന്ദിനി. ഇവള് ചെറുപ്പം മുതലേ ആ വീട്ടിൽ നിന്ന് ഒരുപാട് ചോറ് വാരി തിന്നതാ. ഇതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ചെറുക്കൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് എനിക്ക് പറയാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ നന്ദിനിക്ക് എന്നും പറഞ്ഞ് അമ്മ അങ്ങ് പോവാണ് കേട്ടോ. അപ്പോ നന്ദിനി രാധയോട് വീണ്ടും അതെ രാധേ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും രാധ പറയും, എല്ലാം മനസ്സിലായി നന്ദിനി അടുത്തി, ചേച്ചി ഇപ്പൊ പോയിക്കോ, ഞാനൊന്ന് ശരിക്കും ആലോചിക്കട്ടെ. ആലോചിക്കണം, ആലോചിച്ചോ. പിന്നെ നീ ഇപ്പോ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ലല്ലോ അല്ലേ? ഇല്ല അടുത്തി, ഞാനിന്ന് പോവാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണേ. സാരമില്ല, വീടറ്റം നടക്കണം, ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ, എന്നാ പോട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വേദയും വിക്രവും ബീച്ചിലെത്താണ് കേട്ടോ. അപ്പോൾ വേദ ഐസ് വാങ്ങിയിട്ട് നമ്മുടെ അപ്പു മോൾക്ക് കൊടുക്കുന്നുണ്ട്. ചെറിയമ്മേ, ചെറിയച്ഛന് വാങ്ങുന്നില്ലേ എന്ന് അപ്പു ചോദിക്കുന്ന നേരത്ത്, വേണ്ട മോളെ, ചെറിയച്ഛനെ പഞ്ചസാരയുടെ അസുഖമുണ്ട് എന്നും പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ അപ്പുമോള് പോയി നേരെ ത്തോട് ചോദിക്കുകയാണ് കേട്ടോ, ചെറിയച്ഛന് ഷുഗറിന്റെ രോഗം ഉണ്ടല്ലേ? എനിക്കോ? നിന്നോട് ആര് പറഞ്ഞു? ചെറിയമ്മ. അവളുടെ തലയ്ക്ക് വട്ട, അവൾ അങ്ങനെ പലതും പറയും. മോളതൊന്നും വിശ്വസിക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി കളിക്കാൻ വേണ്ടിയിട്ട് പോവാണേ. അപ്പോൾ വേദയോട് വിക്രം ചോദിക്കുന്നുണ്ട്, ഇതിനാണോ എന്നെ സസ്പെൻസ് ഇട്ട് കൊണ്ടുവന്നത്? എന്തൊക്കെ ബിൽഡപ്പ് ആയിരുന്നു. അച്ചമ്മ, കുന്തം, കൊടച്ചക്രം. അപ്പൊ മോളെ കൊണ്ടുവരാനാണെങ്കിൽ അമ്മയോട് നേരിട്ട് പറഞ്ഞു പോന്നാ പോരെ എന്നങ്ങ് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ വേദ പറയും, അങ്ങനെ ആയാൽ നിങ്ങളെ ഇട്ട് വട്ട് കളിപ്പിക്കാൻ പറ്റില്ലല്ലോ, എന്തായാലും എനിക്ക് തലയ്ക്ക് വട്ടല്ലേ എന്ന് ചോദിക്കുന്ന നേരത്ത് നമ്മുടെ വിക്രമാണെങ്കിൽ, അതെ, ഇതിന്റെ സീരിയസ്നെസ് നിനക്ക് എന്താന്ന് മനസ്സിലായിട്ടുണ്ടോ? വെക്കേഷന് മോളെ അവളുടെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തേക്ക് എത്തിക്കുക, അതൊരു കുറ്റമല്ലല്ലോ. കുറ്റമൊന്നല്ല, പക്ഷേ അത് ശ്രീജേടത്തിയുടെ മാത്രം തീരുമാനം, ഞങ്ങളുടെ ആരുടെയും അല്ല എന്ന് പറയാട്ടോ വിക്രം. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ശ്രീജേടത്തി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഒരു കാരണമുണ്ട്. നിങ്ങളുടെ ചേട്ടൻ ജോലിക്ക് പോവാത്തത്. എന്നിട്ട് അങ്ങനെ ഒരു പരീക്ഷണത്തിന് വല്ല ഗുണം ഉണ്ടായ വിക്രം? സംഘടിപ്പിച്ചു കൊടുത്ത ജോലി പോലും ചേട്ടൻ വേണ്ടാന്ന് വെച്ചു. അതിന് ഈ മോളുടെ ബാല്യം വെച്ചിട്ടാണോ കളിക്കേണ്ടത്? ശ്രീജേടത്തി അവരുടെ ഗതികേട് കൊണ്ട് ചെയ്തതായിരിക്കും. മോളുടെ ചെലവും കൂടി അവിടുത്തെ അച്ഛന്റെ തലയിൽ ആവണ്ട എന്ന് കരുതിയിട്ട്. എങ്കിലും അതിലൊരു ശരികേടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ, അതിലാ എനിക്ക് അത്ഭുതം എന്നങ്ങ് തുറന്നു പറയാൻ കേട്ടോ വേദ. എന്തിനും ഏതിനും ന്യായ അന്യായങ്ങൾ കാണുന്ന നിങ്ങളുടെ അച്ഛന് പോലും ഇതിലൊരു ശരികേടും തോന്നിയില്ലേ എന്നങ്ങ് ചോദിക്കുന്ന നേരം വിക്രം പറയുന്നുണ്ട്, അച്ഛനെ കുറ്റപ്പെടുത്തണ്ട, അപ്പുമോളെന്നും അവളുടെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം വളരണമെന്ന് തന്നെയായിരുന്നു അച്ഛന്റെ ആഗ്രഹം. ഇങ്ങനെ ഒരു നിലപാടെടുത്ത് ശ്രീജേടത്തി മാത്രമാണ്, അത് ശ്രീജേടത്തിയുടെ മാത്രം തീരുമാനമായിരുന്നു എന്നങ്ങ് പറയുന്ന നേരത്ത് നമ്മുടെ വേദ പറയുന്നുണ്ട്, ആയിക്കോട്ടെ, പക്ഷെ ഈ വെക്കേഷനെങ്കിലും മോളെ അവളുടെ അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം ആക്കാലോ. അന്ന് വിഷുവിന് അപ്പുമോള് വന്ന് തിരിച്ചു പോകുമ്പോ എന്താ ശ്രീജേടത്തിയോട് പറഞ്ഞതെന്ന് വിക്രത്തിന് അറിയോ? അമ്മേ, ഈ വെക്കേഷനെങ്കിലും എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമെന്നാ. അതിന് ശ്രീജേടത്തി പറഞ്ഞ ഉത്തരം എന്താണെന്നറിയോ? അച്ഛന് ജോലി കിട്ടിയിട്ട് വരാൻ മോളെ എന്നായിരുന്നു. അപ്പുമോളെ അടുത്തുള്ള സ്കൂളിൽ ചേർക്കാൻ വിശ്വൻ ചേട്ടന് കഴിയില്ലെങ്കിൽ വേണ്ട, ഈ വെക്കേഷനെങ്കിലും അവരൊരുമിച്ച് നിൽക്കട്ടെ, അതാ എന്റെ തീരുമാനം എന്ന് പറയാട്ടോ വേദ. അപ്പൊ വിക്രാണെങ്കിൽ വേദയുടെ മുഖത്തേക്ക് ഇങ്ങനെ തുറച്ചു നോക്കാട്ടോ. നോക്കണ്ട, ഈ നോട്ടത്തിന്റെ അർത്ഥമൊക്കെ എനിക്ക് മനസ്സിലായി. ആ വീട്ടിലെ തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ ആരാന്നല്ലേ? ഇത് എന്റെ തീരുമാനമാണെങ്കിലും എല്ലാരോടും നിങ്ങൾ പറയണം ഇത് നിങ്ങളുടെ തീരുമാനമാണെന്ന്. എന്റെയോ എന്ന് ചോദിക്കട്ടോ. അതെ വിക്രം, അവിടുത്തെ ആരും എന്നോട് ചോദ്യം ചോദിക്കാതിരിക്കാൻ നിങ്ങൾ ഇത് പറഞ്ഞേ തീരൂ വിക്രം. നമ്മൾ ഈ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്, അതിന് നമുക്ക് ഫലം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ വിക്രത്തിനും തോന്നുന്നുണ്ട് വേദ പറഞ്ഞത് ശരിയാണെന്ന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം.